ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആൻഡ് ടേസ്റ്റി ഒരു ബീഫ് കൊണ്ടാട്ടമാണ്. നമ്മളതിനായിട്ട് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച ബീഫ് ബിരിയാണി കട്ടിൽ ആരോട് കൂടിയുള്ളത് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ഒരു 80% വേവിച്ച് വെച്ച ബീഫ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ. 2 കറിവേപ്പില ഇട്ടു. കൂടെ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫില്ലേ, അതിതാ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അത് കമ്പൈൻ ചെയ്ത് വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ടേസ്റ്റ് ഇതിലേക്ക് പിടിക്കണം കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതിനൊന്ന് മുരിക്കണം. മുരിഞ്ഞ് വരുന്ന കണ്ടില്ലേ, അതുപോലെ മുരിക്കണം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് നമുക്കതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഒരു 1.25 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അതൊരു കളറിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. 1/2 കിലോ ബീഫിലേക്ക് ഞാൻ 1.5 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ. ഇതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം പൊടിച്ചതാണ്, ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ട്, അത് 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് നന്നായിട്ട് ഇളക്കി നല്ല ഇളക്കി മുരിച്ച് നല്ല പരുവത്തിൽ ക്രിസ്പിയാക്കി എടുക്കണം. എല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾ ഇത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാണുന്നവരെ മാസ്സലാമ.